Hello guys, welcome back to our channel. ഇന്ന് നമ്മൾ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സ്കാരി ആയിട്ടുള്ള ഒരു ചാലഞ്ച് ചെയ്യാൻ പോവാണ് ഗൈസ്. ഹൊറർ മിസ്റ്ററി വീൽ ചാലഞ്ച്. ആ ഹൊറർ മിസ്റ്ററി വീലാണ് ദേ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. ഈ മിസ്റ്ററി വീലിലുള്ളത് ഭയങ്കര സ്കേറി ആയിട്ടുള്ള ഡെയറുകളാണ്. അപ്പോൾ ഈ വീല് തിരിച്ചിട്ട് ഏത് ഡെയർ ആണോ നമുക്ക് കിട്ടുന്നത്, ഇപ്പൊ എക്സാമ്പിൾ ഇവിടെയാണ് വന്ന് നിന്നതെങ്കിൽ ആ ഡെയർ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഒരു വിധത്തിലും നമുക്കത് എസ്കേപ്പ് ആവാൻ പറ്റൂല. നമ്മളിങ്ങനെ ഇരിക്കുന്നു നോക്കട്ടെ. ഞാനെങ്ങനെ ധൈര്യം സംഭരിച്ചിട്ടാണ് ഈ ഒരു ലൈറ്റില് ഇവിടെ മെല്ലെ പറയുന്നത് കേട്ടിരുന്നത്. കണ്ടിട്ടല്ലേ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പഞ്ചിന് വേണ്ടിട്ട് പറഞ്ഞിരുന്നുള്ളൂ. ഞങ്ങൾക്ക് നല്ല പേടിയാണ്, പ്രത്യേകിച്ച് ചിലർക്ക് ഇവിടെ ഇരുട്ട് പേടിയാണ്. എനിക്ക് ഞാൻ വലിയ വീരവാദം മുഴക്കെങ്കിലും ഇതാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. മൂന്നാളും കൂടി ഒന്നിച്ച് നിർത്തിയിട്ടാണ് ചാലഞ്ചിങ്. വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ചാലഞ്ച് ചെയ്യുന്നത് നല്ല നട്ടപ്പാതിരക്കാണ്. ഇപ്പൊ നൈറ്റിന് വേണ്ടിട്ട് എഫക്ട് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ നൈറ്റിലാണ് ഈ ചാലഞ്ച് ചെയ്യുന്നത്. പിന്നെ ഓരോരുത്തർ ഈ വീല് കറക്കിയിട്ട് അവർക്ക് കിട്ടുന്ന ഡെയർ ഏതാണോ അത് അവര് ഒറ്റയ്ക്ക് വേണം ഇന്ന് ചെയ്യാൻ വേണ്ടിട്ട്. സാധാരണ ഞങ്ങൾ 3 പേരല്ല, 4 പേരും കൂടെ ഒപ്പരാണല്ലോ ചെയ്തത്. പക്ഷെ ഓരോരുത്തരും ഒറ്റയ്ക്ക് ഓരോ ടാസ്ക് തീർക്കാം. അതായത് നമുക്ക് കിട്ടുന്ന ടാസ്കില് ക്യാമറയും നമ്മളും മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ടാസ്കുകളെല്ലാം വരാൻ പോകുന്നത്. അപ്പൊ ഗൈസ് ഇതിലെ ഡയറുകൾ എന്താന്നുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ വാക്ക് വിത്ത് ഗോസ്റ്റ് ഡിറ്റക്ടർ. അതായത് നമ്മളെ കയ്യിൽ ഒരു ഗോസ്റ്റ് ഡിറ്റക്ടർ ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ ഈ വീട് മൊത്തം നടക്കണം. വീട് മൊത്തം അല്ല, വീടിന്റെ പുറത്ത് മൊത്തം നടക്കണം എന്നാണ് ആ ഡയർ. വീടിന് പുറത്ത് വീട് മൊത്തം നടക്കല്ല, പുറത്ത് ഇങ്ങനെ നടന്നിട്ട് ഗോസ്റ്റ് ഉണ്ടോ ഗോസ്റ്റ് ഉണ്ടോ ഉണ്ടോന്ന് നോക്കി നമ്മൾ നടക്കണം. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് സ്റ്റേ ഇൻ റെഡ് റൂം ഫോർ 30 minutes. അതായത് റെഡ് കളർ റൂമിൽ നമ്മൾ അരമണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് നിൽക്കണം. പക്ഷെ റെഡ് റൂം മാത്രമായിരിക്കില്ല, അതിൻ്റെ ഉള്ളിൽ കയറിയാൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളത് മനസ്സിലാവുള്ളൂ. അടുത്തതായിട്ട് ടെൽ എ ഹൊറർ സ്റ്റോറി. അതിൽ ബെസ്റ്റ് ശ്രീ ആ തോന്നുന്നു. ശ്രീക്ക് എന്നത് കിട്ടട്ടെ. എളുപ്പല്ലേ, കുറച്ചും കൂടെ പുറത്ത് ഡിറ്റക്ടർ ആയിട്ട് പോകുന്നത് ഗോസ്റ്റ് റൂമിൽ അരമണിക്കൂർ ഇരിക്കുന്നതിലും ഭേദാത്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് സ്റ്റേ ഔട്ട്സൈഡ് 30 minutes വിത്ത് ഹൊറർ സൗണ്ട്സ്. അതായത് ഹൊറർ സൗണ്ട്സ് വെച്ചിട്ട് നമ്മൾ പുറത്ത് ഇരുട്ടത്ത് അരമണിക്കൂർ നിൽക്കണം. അരമണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. ആ 30 മിനിറ്റ് നമ്മൾ സർവൈവ് ചെയ്യണം. അടുത്തതായിട്ട് വരുന്നത് വാച്ച് ഹൊറർ മൂവി എലോൺ. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഹൊറർ മൂവി കാണണം. ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഞാൻ ഹൊറർ മൂവി ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടിട്ടില്ല. ആകെ ഒറ്റ പ്രാവശ്യം കണ്ടത് നട്ടപ്പൊരി വെയിലത്ത് ഞാൻ കൊലായിൽ ഇരുന്നിട്ട് ഹൊറർ മൂവി കണ്ടിട്ടുള്ളൂ. അത് ഇന്ന് ഇരുട്ടത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വേണം കാണാൻ വേണ്ടി. അതെ. അടുത്തതായിട്ട് വരുന്നത് ഹൊറർ മേക്കപ്പ് ആണ്. ഈ ഹൊറർ മേക്കപ്പ് ഒറ്റയ്ക്ക് വരുമ്പോ കുഴപ്പമില്ല, പക്ഷെ ഈ ഹൊറർ മേക്കപ്പ് കിട്ടിയതിന് ശേഷം ആ ആളെ ഇടയിൽ ഇരുന്നിട്ട് ബാക്കിയുള്ളത് ചെയ്യുമ്പോൾ അവസ്ഥ അപ്പൊ ഇത്രയും ഡയറുകളാണ് ഗൈസ് നമ്മൾ ഈ ഹൊറർ മിസ്റ്ററി വീലിൽ വരുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചാലഞ്ച്. അപ്പൊ ഗൈസ് നമ്മൾ ഇത് ഹൊറർ മിസ്റ്ററി വീൽ ചാലഞ്ചിലോട്ട് കടക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ട് പറഞ്ഞാൽ ബാക്കി എങ്ങനെ ഉണ്ട് എന്നുള്ളത് കറക്കട്ടെ ഗൈസ്. ഞാൻ കറക്കാൻ വേണ്ടി പോവാണ്. 3, 2, 1 ഗോ. ഞാൻ അരമണിക്കൂർ റെഡ് റൂമില് ഒറ്റയ്ക്ക് ഇരിക്കണം ഗൈസ്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. അങ്ങനെ ഈ മിസ്റ്ററി വീലിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു ഹൊറർ ഡയർ ഇരിക്കാണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഒരുപാട് ധൈര്യം സംഭരിച്ച് റെഡ് റൂമിലേക്ക് പോകാൻ റെഡിയാണ്. നിങ്ങളും പോര്, റെഡ് റൂം കണ്ടിട്ട് വരാം. ഇതാണ് റെഡ് റൂം. റെഡ് റൂമിലേക്ക് കയറട്ടെ. കേറിക്കോ. അരമണിക്കൂർ ഞാനല്ലേ 30 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്.
സന്ദർശനാണ്. മൊത്തത്തില് ചുറ്റില് കർട്ടൻ നീക്കാൻ പോയ കർട്ടൻ നീക്കാൻ പറ്റില്ല. ഇവിടെ ഒരു പ്രേതം നിൽക്കുന്നുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രേതം നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടോ നോക്ക്, ഉണ്ടല്ലേ? ഇവിടെ ഒരു പ്രേതം ഉണ്ട്. പിന്നെ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടല്ലേ? ആ ഇവിടെ ഉണ്ടോ? അവിടെ ഒരു പ്രേതം ഉണ്ട്. പിന്നെ അവിടെ കണ്ണാ പിന്നെ നമ്മള് കണ്ണാടിയിൽ നോക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കണ്ണാടിയിൽ ഇവിടെ ഇവിടെ ആയിട്ട് ഒരു പ്രേതമുണ്ട്. ആ പിന്നെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അവിടെ ഒരു പ്രേതമുണ്ട്. പിന്നെ അയ്യോ കരണ്ട് ഇവിടൊക്കെ കട്ടുമല്ലിരിക്കാനും പറ്റൂല. നിങ്ങൾ പോയിക്കോ, 30 മിനിറ്റ് കൂടി ഇരുന്നോളാം. പിന്നെ കട്ടിന് മുകളിൽ 1 2 3 4 പ്രേതങ്ങളാണ് കഴിച്ചുള്ളത്. അതിന്റെ ചിരിയൊക്കെ ശ്രീയായിട്ട് ചിരിയൊക്കെ നോക്കണത്. ഈ കസേരന്റെ മുകളിൽ ഇരിക്കലും നടക്കൂല. ടേബിളിന്റെ മുകളിൽ 1 2 3 4 പ്രേതങ്ങളാണുള്ളത്. ആ ബാക്കിൽ ഒന്നുണ്ട്. ഇപ്പോൾ ഒറ്റക്കിട്ട് പോവാ സങ്കടം ഉണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ടാസ്ക് അല്ല ഷമി. പോവാ വീഡിയോ ഈ സെൽഫി എടുത്ത തുറക്കണ്ടേ? ക്യാമറ ഞാൻ സ്റ്റാൻഡിലിടും. ഓരൊക്കെ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് എവിടേക്ക് നോക്കിക്കഴിഞ്ഞാലും ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു പിക്ചറാണ് കാണുന്നത്. സത്യം പറയാം ഗൈസ്, എനിക്ക് നല്ല പേടിയാണ്. ഞാനൊരു ഹൊറർ മൂവി പോലും ഒറ്റയ്ക്കിരുന്ന് കാണാത്ത ആളാണ്. പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് മ്യൂസിക് ഇടയ്ക്ക് കൂടുന്നു, ഇടയ്ക്ക് കുറയുന്നു. അങ്ങനെയൊക്കെയാണ് ഗൈസ് ഉള്ളത്. എനിക്കിത് അരമണിക്കൂർ നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഗൈസ്. എല്ലാ പിക്ചേഴ്സും എന്നെ നോക്കി നിൽക്കുന്ന പോലെ ഗൈസ്. ഇടയ്ക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി കുറയും ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ കട്ടായിപ്പോയി പേടിച്ചിട്ട്. അത്രേ ഉള്ളൂ ഗൈസ്, വേറെ ഒന്നും പറയാനില്ല. എനിക്ക് എങ്ങോട്ടേക്കും നോക്കാൻ പറ്റുന്നില്ല. ബെഡിലിരിക്കാൻ പറ്റില്ല ഗൈസ്. ബെഡിൽ ഇവിടെ 1 2 3 4 ആൾക്കാരുണ്ട് മ്യൂസിക് നിന്ന്. ഓരോന്നിനെ നോക്കി നിൽക്കണ പോലാണ് എനിക്ക് തോന്നുന്നത്. മ്യൂസിക് മാറി. ഗൈസ് ഞാൻ ഫോൺ സത്യമായിട്ട് എല്ലാവരും എന്നെ നോക്കണ പോലത്തെ ഒരു ഫീലാണ് എനിക്കുള്ളത്. ഒരു അരമണിക്കൂർ എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ സർവൈവ് ചെയ്യണം ഗൈസ്. എനിക്ക് ചൂട് എടുക്കണേ. മ്യൂസിക് പോയ ഗൈസ്. എങ്ങോട്ടും നോക്കാൻ പറ്റണില്ലല്ലോ. ഞാൻ താഴോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ്. എനിക്ക് എങ്ങോട്ടേക്കും നോക്കാൻ പറ്റണില്ല. നല്ല രസമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്.
തൽക്കാലത്തിന് മ്യൂസിക് ഓഫ് ചെയ്ത് വെച്ചിക്കാണ്. എന്തോ ഒരു സംഭവം വരാറുണ്ട്. വന്ന് 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 ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ ഗൈസ്. ഇനി 20 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഒന്ന് സർവൈവ് ചെയ്യണം. കുറച്ച് നേരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഒരേ സ്ഥലത്തിരിക്കുമ്പോൾ ഈ പേടിയാണ്. കണ്ണാടി നോക്കാൻ പറ്റണില്ല. ഈ ബെഡിലില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ ബെഡിലിരിക്കുന്നു, പക്ഷെ ബെഡിലുണ്ട്. ആകെ ഈ ഒരു ഒഴിവുള്ളത് ഈ ചെയർ മാത്രമാണ് ഇല്ലാത്തതുള്ളൂ. പക്ഷെ ആ ചെയർ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇട്ടിരിക്കാൻ പറ്റണില്ല എനിക്ക്. അടിപൊളി മ്യൂസിക്. ടൈം ഇട്ട് മര്യാദയ്ക്ക് പോണമില്ല. ഞാൻ എങ്ങോട്ടേക്ക് നോക്കാതിരിക്കുകയാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ അങ്ങോട്ടേക്കൊന്നും നോക്കുന്നില്ല. ഇപ്പം മ്യൂസിക് നിന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഈ പ്രേതങ്ങളെ മാത്രം നോക്കിയാൽ മതി. മ്യൂസിക്കിൻ്റെ പ്രശ്നത്തിലേക്ക് ചെവി ഒത്തി നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനിങ്ങനെ ഇവിടെ ഇരുന്നിരുന്ന് ഈ പ്രേതങ്ങളൊക്കെ ഒന്ന് ഞാൻ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇവരെ ആയിട്ടൊന്ന് കമ്പനി വരുന്നുണ്ടെന്ന് തോന്നിക്ക്. കുഴപ്പമില്ല, ഇപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. ഞാൻ കുറച്ച് പേരെ കാണിച്ചുതരാം ഗൈസ്. ഇതിൻ്റെ ബെഡിലുള്ളത് 1 2 3 4 ആൾക്കാരാണ്. പിന്നെ ആ കർട്ടൻ്റെ ഭാഗത്തുള്ളത് ഒരാളാണ്. അവിടെ 2 ആളുണ്ട്. അതിലെനിക്ക് ഒരാളെ നല്ല പേടിയാണ്. പിന്നെ ഇതാ ഇവിടെ 1 2 ആൾക്കാരുണ്ട്. ഈ 2 ആൾക്കാർ എനിക്ക് നല്ല പേടിയാണ്. അതിൽ ആ ഫസ്റ്റ് കാണുന്നത് എനിക്ക് നല്ല പേടിയുണ്ട്. പിന്നെ ഇവിടെ ഒരാളുണ്ട്. പിന്നെ ഇതാ ഇവിടെ 1 2 3 ആൾക്കാരുണ്ട് ഗൈസ്. പിന്നെ ഇതാ 1 2 3 4 ഈ ഒരു ഭാഗത്ത് 4 ആൾക്കാരുണ്ട്. ഇനി നമുക്ക് നേരെ തിരിയാം. ഞാനിത് എവിടെ ഫോൺ വെച്ചിട്ടാണ് നിങ്ങളടുത്ത് വർത്തമാനം പറയുന്നത്. ഗൈസ് ലാസ്റ്റ് 2 മിനിറ്റ്സ് ആണ്. മ്യൂസിക് ഓൺ ആയിട്ടുണ്ട്. 2 മിനിറ്റും കൂടെ കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഓട്ടും ഗൈസ്. അപ്പം എനിക്കിവിടെ ഇരുന്ന് കുഴപ്പമില്ല. ഞാൻ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഈ പ്രേതത്തിനായിട്ട് ചെറുതായിട്ടൊന്ന് കമ്പനി ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇനി റെഡ് റൂമിൽ നിന്ന് പുറത്തിറങ്ങും. കുറച്ച് സെക്കൻഡ്സ് കൂടെ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ ഈ റെഡ് റൂമിൽ നിന്ന് പുറത്തിറങ്ങും ഗൈസ്. അയ്യോ മുട്ടി മുട്ടി കഴിഞ്ഞ് ഞാൻ ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും പേടിയുള്ള ഞാൻ ഈ 30 മിനിറ്റ് ഇതിന്റെ ഉള്ളിൽ സർവൈവ് ചെയ്യുന്നു വിചാരിച്ചല്ലേ. ചുറ്റുള്ളത് ഇതിനൊക്കെ മുഖം നോക്കി ഇപ്പോഴും ഏറ്റവും പേടി തോന്നിയത് ഒന്ന് ഇതാണ്, ഒന്ന് ഇത് അവിടെ കാണുന്നത് കണ്ടില്ലേ, അവിടെ കാണുന്നതാണ്. പിന്നെ ആ ടേബിൾ എടുത്തുള്ള മൊത്തം ഒന്ന് കണ്ടോ, ഈ ടേബിൾ എടുത്തുള്ള ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടേ ഇല്ല. ഇത് കണ്ണാടിന്ന് ശരിക്കും ഇങ്ങനെ വരുന്ന പോലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് നോക്കിയിട്ടില്ല. പിന്നെ പക്ഷെ ഞാൻ ഈ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന വിചാരിച്ചാലേ കേറിപ്പിക്കും. ഭയങ്കര പേടി എന്ന് പറഞ്ഞാൽ നല്ല പേടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു 15 മിനിറ്റ് ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ പ്രയത്നത്തിനായിരിക്കും ചെറുതായിട്ട് കമ്പനി. അല്ല അങ്ങനെയല്ല, ഞാൻ അവിടേക്കും ഇവിടേക്കും നോക്കാൻ തുടങ്ങി. ഞാൻ കയറിയ സമയത്ത് ഞാൻ ഇങ്ങനെ തല താഴ്ത്തി ഇങ്ങനെ ഇരുന്നു, പിന്നെ ചെവി കൊത്തിയിട്ടായിരുന്നു. പിന്നെ ഞാൻ വന്നപ്പോഴോ നല്ല സുഖം ഒന്ന് ഇറങ്ങി ഓടാനാ തോന്നിയത്. പക്ഷെ ഞാൻ ഈ 30 മിനിറ്റ് ഇതിന്റെ ഉള്ളിൽ സർവൈവ് അപ്പൊ ഗൈസ് ഫസ്റ്റത്തെ എന്റെ ഹൊറർ ടാസ്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ശ്രീയാണ്. ഞാൻ ആദ്യമായിട്ടാണ് 5ന്റെ പേടി ഇത്രയും പുറത്തേക്ക് കണ്ടത്. എനിക്ക് ഭയങ്കര ഇങ്ങനത്തെ രാത്രി സമയത്ത് ഇങ്ങനത്തെ പരിപാടി നിൽക്കാൻ പാടില്ല. ഭയങ്കര പേടിയുള്ള പരിപാടി അത്. അങ്ങനെ ഗൈസ് നമ്മൾ ഹൊറർ മിസ്റ്ററി വീലിന്റെ 2ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇനി അടുത്തത് ഞാനാണ് ഗൈസ് ഏറ്റെടുക്കാൻ പോകുന്നത്. ഇനി 5 ആണ് ഹൊറർ മിസ്റ്ററി വീല് കറക്കിയിട്ട് അടുത്ത ഡയറി സെലക്ട് ചെയ്യുന്നത്. നല്ല പ്രാർത്ഥിച്ച് കറക്കിയോ. 3 2 1 ഗോ.
അടുത്ത ഇതിൽ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് വാച്ച് ഹൊറർ മൂവി എലോൺ ആണ്. അതാണ് സഞ്ജിക്ക് കിട്ടിയിരിക്കുന്നത്. സിനിമ പോലും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ 4 പേരും കൂടി കൈകോർത്ത് പിടിച്ചിട്ട് കണ്ടിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് കാണാൻ ധൈര്യമില്ല. ഇന്ന് ഒറ്റയ്ക്ക് ഇരുട്ടത്തെ ഇരുന്നിട്ട് അഞ്ച് കാണുന്ന ഹൊറർ മൂവി എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ മാക്സിമം ധൈര്യം സംഭരിച്ചിട്ട് അല്ല അതിനിടക്ക് ഓൾ ഓടി വരാണെന്നുണ്ടെങ്കിൽ ഇതില് അല്ല എങ്ങനെ ഫുള്ള് സിനിമ കാണണ്ടല്ലോ. വേണ്ട, ഞാൻ വെച്ച് തരുന്ന ഒരു സിനിമന്റെ ഒരു കോറായിട്ടുള്ള ഭാഗം ഉണ്ടോ തോന്നി അതെന്നെ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. റൂം മൊത്തം ഇരുടാക്കി ഒരു മെഴുകുതിരിയും കത്തിച്ച് വെച്ചിട്ട് കോഞ്ചറിങ്ങിന്റെ ഒരു സീൻ ഇവിടെ വെച്ച് തന്നിട്ടുണ്ട് ഗൈസ്. ഇത് ഞാനിരുന്നിനി കാണണം. എനിക്കറിയില്ല. പോടാ അവിടുന്ന് കണ്ടേ പ്ലേ ചെയ്യട്ടെ ഗൈസ്. ഇപ്പോൾ ഒരു റൂമിൽ നിന്ന് പോയിട്ടുണ്ട്. ക്യാമറ ഒക്കെ ഇവിടെ വെച്ച് പോയതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അമ്മച്ചി ദൈവമേ ഇരുട്ട്. അയ്യോ ഒരു വെള്ളത്തുമ്പം മോള് ഗൈസ് മൊത്തം ഇരുടായി. അയ്യോ അമ്മ അങ്ങനെ 5ക്ക് കിട്ടിയ ഡയറോ 5 കംപ്ലീറ്റ് ചെയ്ത് വിജയശ്രീ ലാളിത് ഏറ്റു തിരിച്ചു. കാര്യം ചോദിക്കട്ടെ, ഇവർ ഈ സായിപ്പന്മാർ എന്തിനാ രാത്രി ഇങ്ങനെ പുറത്തിറങ്ങി നടക്കും? ആകെ മെഴുകുതിരിന്റെ വെളിച്ചം അല്ലെങ്കിൽ തീപ്പെട്ടിന്റെ വെളിച്ചമൊക്കെ ആയിട്ടാണ് ഇവര് നാട്ടില് മൊത്തമുള്ള റൂമുകൾ പോയി കയറി ഇറങ്ങും, സ്റ്റെപ്പുകൾ ഇറങ്ങും, പിന്നെ അവിടെ ഉള്ള മറ്റേ താഴോട്ടുള്ള സ്ഥലത്ത് ഇറങ്ങും, പിന്നെ മറ്റേ ഈ വേസ്റ്റ് ഗ്യാരേജ് പോലത്തെ ഒരു സ്ഥലല്ലേ അവിടെയൊക്കെ പോയി നോക്കും കഴിച്ചു. എനിക്ക് പേടിയായിട്ട് വയ്യ. അതിന്റെ ഇടയിൽ കൂടെ ഒരു പ്രേതം വന്ന് കയ്യും മുട്ടി. നല്ല പേടിയായിരിക്കും ഇരുട്ടത്തിരുന്നിട്ട്. ഞാൻ അത് കാണുന്ന സമയത്തര ഇറങ്ങക്ക് 11:45 രാത്രി. എങ്ങനെയുണ്ട്? ഒന്നും പറയല്ലേ? ഒന്നും പറയില്ല, കാരണം റെഡ് റൂം ഞാൻ അനുഭവിച്ചാണല്ലോ, എനിക്കറിയാം ഇതിന്റെ ഫീൽ എന്താന്നുള്ളത്. അപ്പൊ ഞാൻ ഈ ടാസ്ക് ചെയ്യുമ്പോഴത്തെ കൃത്യം 12 മണി. ലാസ്റ്റത്തെ ടാസ്ക് ചെയ്യാൻ പോകുന്ന ശ്രീയാണ്. റെഡിയാണ് സെലക്ട് ചെയ്യാൻ. ശ്രീക്ക് പിന്നെ ഇതിലധികം പേടിയൊന്നുമില്ല. ഞാൻ പേടി മനസ്സിലേക്ക് കൊടുക്കൂല, അതെനിക്ക് ഇത് ഇന്റത് ഓളതും കഴിഞ്ഞപ്പോ ഞങ്ങക്ക് ചെറിയൊരു സമാധാനം അല്ലേ? നല്ല സമാധാനം. എനിക്ക് നല്ല സമാധാനം പേടിച്ചാ മതി. കണ്ടാ മതിയല്ലോ. ഇല്ല ഞാൻ ധൈര്യം സംഭരിച്ച് എന്തെങ്കിലും ചെയ്യും. നല്ലതൊന്നും വരണേ. റിയൽ ഗോസ്റ്റ് ഉണ്ടെങ്കിൽ
കണ്ടുപിടിക്കാൻ വേണ്ടി ഗോസ്റ്റ് ഡിറ്റക്ടർ വെച്ചിട്ട് ഇങ്ങനെ നടക്കണം. 12 മണിക്ക് 12 മണിക്ക് നമ്മളൊരു ഗോസ്റ്റ് ഡിറ്റക്ടർ ആപ്പ് ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് തന്നെ വാർണിംഗ് ഒക്കെ വരുന്നുണ്ട്. കെയർഫുൾ ഇഫ് യു ആർ എ വെരി സെൻസിറ്റീവ് ഓർ സ്കെയറി പേഴ്സൺ കൺസിഡറേറ്റ് നോട്ട് യൂസിംഗ് ദിസ് ആപ്പ് ആൻഡ് ക്ലോസ് ഇറ്റ്. ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വി കെയർ അബൌട്ട് യുവർ പ്രൈവസി ആൻഡ് ഡാറ്റ. അത് പോട്ടെ, എന്തായാലും പേടിയുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തോ. ഇതില്ലേ ഇത് സംഭവം ചുമ്മാതെ കൈസാണ് കാര്യം. ചുമ്മാ ചുമ്മാ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണിത്. ഈ ആപ്പ് വെച്ച് വെറുതെ 12 മണിക്ക് ഇങ്ങനെ ഗോസ്റ്റ് ഉണ്ടോ എന്ന് നോക്കി നടക്കുമ്പോ ഒരു ചെറിയ പേടി. ഇത് ഇങ്ങനെയാണ്. എന്നിട്ട് ഇവിടെ അങ്ങനെ കൈസ് ഞാൻ ഈ ഗോസ്റ്റ് ഡിറ്റക്ടറും വെച്ചിട്ട് ഇവിടെ കൂടെ പോയി ഇവിടെ ഫുള്ള് ചുറ്റിയിട്ട് തിരിച്ചു വരണം. അതാണ് ടാസ്ക്. അപ്പോൾ ഇത്രയും സ്പേസിൽ ഗോസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അഥവാ അതിൽ ഗോസ്റ്റിന്റെ അലാറം അങ്ങനെ ഞാൻ പോയതിനെക്കാട്ടി സ്പീഡിൽ ഞാൻ കൂടെ തിരിച്ചു വരും. ഫുള്ള് പച്ചയായിട്ടാ കൈസ് കാണുന്നത്. ഇങ്ങോട്ടൊന്നും ഇല്ല. ഇത് കണ്ടോ, ഇത് ഈ ഒരു ഗ്രീന് കാണുമ്പോൾ നമുക്ക് പേടിയാവുന്നേ ഉള്ളൂ. അതൊക്കെ ചുമ്മാ, ഇവിടെ ഒന്നുമില്ല കണ്ടോ. ഇത്രേ ഉള്ളൂ ഗൈസ്. നമുക്കിനി മുന്നോട്ട് കിടന്ന് നോക്കാം. രാത്രി 12 മണിക്ക് എല്ലാവരും ഉറങ്ങി ഗൈസ്. ഇതിലെന്തറിയോ, ആ ഗ്രീന് കളറിൽ അതിങ്ങനെ അങ്ങോട്ട് വരൂലേ, അതാണ് മെയിനായിട്ട് പേടിയാവണത്. ഒറ്റ വീട്ടിലും ലൈറ്റില്ല. നമുക്ക് വേഗം നടക്കാം, അതിന് പെട്ടെന്ന് തീരുമല്ലോ. പാർക്ക് ഇവിടെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് വേഗം നടക്കാം. വേഗം നടന്നിട്ട് ഈ ഒരു ഏരിയ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും. ഇതിൽ നമുക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ എന്താ പറയുക, അതിൽ സൈറൺ വരും. ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് വളമെത്തി ഗൈസ്. വേഗം വീട്ടിൽ കയറും. ഇതുവരെ ഒന്നുമില്ല കേട്ടോ, സൈറണൊന്നുമില്ല. ആ റെഡ് ഇത് ഒന്നുമില്ല. റെഡ് ഡോട്ടായിട്ട് കാണിക്കുന്ന പറഞ്ഞ്. വീടെത്താനേ ഗൈസ്, വീടെത്താനേ. വീടെത്തി, വീട്ടിലൊന്നുമില്ല. അങ്ങനെ ശ്രീക്ക് കൊടുത്ത ഡയറി ശ്രീ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 3 പേർക്ക് തന്നത് 3 പേരും കംപ്ലീറ്റ് ചെയ്തു. ഇത് ഭയങ്കര പേര് എനിക്ക് തോന്നി. രാത്രി 12 മണിക്ക് ഈ ഗോസ്റ്റ് ഡിറ്റക്ടർ കയ്യിൽ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുക പറഞ്ഞാൽ ആപ്പ് നമ്മൾ നോക്കണ്ട. ആപ്പ് കാര്യമായിട്ടുള്ളതെന്ന് അല്ലെങ്കിൽ ആരും ഡൗൺലോഡ് ഒന്നും ചെയ്യണ്ട കേട്ടോ. കാരണം അത് പക്ക ഫേക്ക് ആയിട്ടുള്ള സാധനമാണ്. ആരും ഡൗൺലോഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട. പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോ ഒരു പേടിയാണ്. അതിന്റെ ഒരു അലാറം അടിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പേടിയാവും. അലാറെങ്ങാനും ആ നടുവില് നിൽക്കുമ്പോ അടിഞ്ഞിരുന്ന എന്റെ കഥ കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുക, ആ നടുവിലെങ്ങാനും നിൽക്കുന്ന സമയത്താണ് അടിഞ്ഞെങ്കിൽ ഞാൻ എങ്ങനെ ഓടി വരൂടെ. എനിക്ക് പേടിയാണ്. എങ്ങനെയോ ഞാൻ കഴിച്ചിലാക്കി, എങ്ങനെയോ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വന്നത്. ഇതുവരെ ഒന്നും നമുക്ക് കിട്ടിയില്ല. ഒരു പോസ്റ്റും ഇല്ല. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കും. ഏതായാലും ഒരു കുഞ്ഞു റെഡ് ലൈറ്റ് കത്തിയിരുന്നു. പക്ഷെ സൈഡിലായിട്ട് അത് ചുമ്മാ ഇതുണ്ടെങ്കിൽ അലാറം കടിയെന്നൊക്കെയാ പറയുന്നത്. ആപ്പിന്റെ വെറുതെ വെച്ചൊരു റെഡ്. അത് അവര് ചുമ്മാ ഏതാണെങ്കിലും നമ്മൾ ഓൺ ആക്കി കുറച്ച് ഇത് അവരെന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ ഡെയറുകളൊക്കെ കഴിഞ്ഞ് നല്ലൊരു കിഡിലും ചാലഞ്ച് ചെയ്യും. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ചെയ്യും. കാരണം എനിക്കൊക്കെ ഭയങ്കര പേടിയുള്ള ഒരു സാധനം, ഞാൻ അത് ഓവർകം ചെയ്യും. പിന്നെ പേടി കുറച്ച് നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാനും കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടാനും ഹെൽപ്പ് ചെയ്യും. പ്രയത്നം കാണിച്ചാലും ഇവള് പേടിക്കും. അല്ല, എന്നാലും ഞാൻ 30 മിനിറ്റ് അതിന്റെ ഉള്ളിൽ കേറിയപ്പോൾ ആ ഒരു പേടി പിന്നെ എനിക്ക് അത്രക്ക് അങ്ങോട്ട് ഒരു 10-15 അതായത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് പേടി എന്നുള്ള ആ ഒരു തോട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കുറയും. അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഞാൻ ആദ്യം ആ റൂമിൽ കയറിയപ്പോ എനിക്ക് ആ പ്രേതങ്ങളൊക്കെ നോക്കാൻ വരെ പേടിയാണ്. പിന്നെ ഞാനൊരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും നോക്കാൻ ഞാൻ ഇവിടെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്തായാലും നടന്ന് ഫുള്ളാവണം. അപ്പൊ പിന്നെ അത് പിടിച്ച് ഇങ്ങനെ നടക്കുക. ഇടയ്ക്ക് ഒരു റെഡ് ഡോട്ട് കണ്ടതല്ലാതെ വേറൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആയിരുന്നു, പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആരും ട്രൈ ഒന്നും ചെയ്ത് നോക്കണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is Shree Lakshmi, this is Shamya, This is Sanjita. signing off.